കീം 2024 ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ആഗതമായിട്ടുണ്ട്. ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇപ്പം മുതൽ ലഭ്യമാണ്. അതായത് 30/6/2024 വൈകുന്നേരം 3 മണി വരെ ഈ ഒരു ഫെസിലിറ്റി നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ എല്ലാം സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിയിട്ട് അകത്ത് കയറുക. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമായിട്ടും മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പരിഗണിക്കുക. ഇനി നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കായിരിക്കും അവിടെ നോക്കുക. ഇനി കെമിസ്ട്രിയും അതുപോലെ തന്നെ കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോടെക്നോളജിയുടെ മാർക്കായിരിക്കും നോക്കുക. ഇനി കെമിസ്ട്രി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി എന്നിവ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോളജിയുടെ മാർക്കായിരിക്കും അവിടെ പരിഗണിക്കുക. നിങ്ങൾക്കറിയാം, അതായത് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെയും അതുപോലെ തന്നെ എൻട്രൻസിന് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിന് തുല്യ പരിഗണന നൽകിയായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവരും മറക്കാതെ തന്നെ ഈ ഒരു മാർക്കുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഫെസിലിറ്റി ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ മാർക്ക് സബ്മിഷൻ എന്നൊരു ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. ആ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറൊരു പേജിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവും. ആ ഒരു പേജിൽ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷ പാസ്സായിട്ടുള്ള ബോർഡ്, അതായത് നിങ്ങളുടെ ബോർഡ് ഏതാണോ, നിങ്ങൾ ഏത് ബോർഡ് എക്സാം ആണോ പാസ്സായത് ആ ഒരു ബോർഡ്, അതുപോലെ തന്നെ അതിൻ്റെ വർഷം, അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ എന്നിവ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ വിവരങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. ഇനി ഇത് പരിശോധിച്ചിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുള്ള മാർക്ക് കൃത്യമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി സപ്പോസ് നിങ്ങൾ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്ക് വേറെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ അവിടെ അവൈലബിൾ ആണ്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്താം. ഇനി ഇങ്ങനെ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നവർ, അതായത് വെബ്സൈറ്റിൽ ഓൾറെഡി കാണിച്ചിരിക്കുന്നതല്ല, നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ, വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന മാർക്കിന് നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, ആ ഒരു +2ൻ്റെ മാർക്ക് ലിസ്റ്റ് കൂടി PDF രൂപത്തിൽ ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് മാർക്കിനെ സംബന്ധിച്ചിട്ട് ചില കുട്ടികളുടെ വിവരങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമായെന്ന് വരില്ല. അങ്ങനെയുള്ള കുട്ടികൾ കൃത്യമായിട്ട് മാനുവലായിട്ട് തന്നെ, അതായത് മാനുവലായിട്ട് തന്നെ നിങ്ങളുടെ ബോർഡ്, പാസ്സായിട്ടുള്ള വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പം നിങ്ങൾക്കൊരു പേജ് കിട്ടും. ആ ഒരു പേജിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മാർക്ക് മാനുവലായിട്ട് നിങ്ങൾ തന്നെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് വരുത്തിയതിന് ശേഷം ഇനി ഈ ഒരു മാർക്ക് ലിസ്റ്റ് ഓൾറെഡി വെബ്സൈറ്റിൽ അവൈലബിൾ ആകാത്ത കുട്ടികളും അതുപോലെ തന്നെ ചേഞ്ച് വരുന്ന കുട്ടികളും കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു മാർക്ക് ലിസ്റ്റ് PDF ഫോർമാറ്റിലുള്ളത് നമ്മുടെ സൈറ്റിൽ, അതായത് സിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടും. അവിടെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കണം. ആ ഒരു PDF-ൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുമായിരിക്കണം. അങ്ങനെ നിങ്ങൾ ഈ ഒരു PDF ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ലഭിക്കുകയില്ല. നോർമലായിട്ട് വെബ്സൈറ്റിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സപ്പോസ് നിങ്ങൾ വെബ്സൈറ്റിൽ ഓൾറെഡി നിങ്ങളുടെ മാർക്ക് അവൈലബിൾ അല്ല, നിങ്ങളല്ലെങ്കിൽ ആ ഒരു മാർക്കിൽ ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്നുള്ളവരാണെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ PDF ഫോർമാറ്റിലുള്ള കോപ്പി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാം, അതായത് കൃത്യമായിട്ടും നിങ്ങൾ മാർക്ക് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, യോഗ്യതാ പരീക്ഷയുടെ അല്ലെങ്കിൽ +2ൻ്റെ മാർക്ക് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് പരിഗണിക്കുന്നതായിരിക്കത്തില്ല. അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് മാർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം, അതായത് ചിലരുടെയൊക്കെ, അതായത് നമ്മുടെ കീമിൻ്റെ ആ ഒരു കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന്. അതായത് നിങ്ങളുടെ യോഗ്യത നേടിയവരാണോ അല്ലയോ എന്ന് നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ ചിലരുടെ യോഗ്യത ഓക്കെയാണ്, പക്ഷേ ചിലരുടെ യോഗ്യത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗത്ത് സ്ക്രീനിങ് എന്നൊരു മെസ്സേജ് ആയിരിക്കും കാണുന്നത്. അങ്ങനെ മെസ്സേജ് ഉള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്കും മാർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി സ്ക്രീനിങ് എന്നാണ് നിങ്ങളുടെ അതെന്തെങ്കിലും
എന്തെങ്കിലും വാല്യൂഷൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് കാരണം പിടിച്ചു വെച്ചിരിക്കുന്ന പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന റാങ്ക് ആയിരിക്കും, റാങ്ക് ലിസ്റ്റ് ആയിരിക്കും, തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മാർക്ക് ലിസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനും നിങ്ങൾക്ക് മാർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ ഒരു കീമിൻ്റെ പ്രോസ്പെക്ടസ് ക്ലോസ് പ്രകാരം യോഗ്യത നേടുവാണെങ്കിൽ മാത്രമേ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ. പക്ഷേ എന്നിരുന്നാൽ കൂടി നിങ്ങൾക്കും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്, അതായത് +2ൻ്റെ മാർക്ക് ലിസ്റ്റ്. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.